വിട്ടു 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 ഗ്രൂപ്പിന്റെ ചെയർമാൻ രജി ചെറിയാനെ ഓർക്കുന്നു. അങ്ങനെ ഞങ്ങളെ തിരുവനന്തപുരത്തുമായിട്ട് സഹായിച്ചിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് ശ്രീ ചാലി കളത്തിലടക്കം എല്ലാവരെയും ഓർത്തുകൊണ്ട് തിരുശ്ശീകോയിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മ നൽകുന്നത് രാജി ചെലവൻ താവാലം, എന്നോടൊപ്പം ബിനോയ് ജെ തോട്ടേക്കാൾ പോലും ശ്രീ കിഷോർലാൽ ചെറുകര എന്നിവരാണ്. 67 വർഷത്തെ ചരിത്രപാരമ്പര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പമ്പ ജലോത്സവം ഇന്ന് രണ്ടാമത് ജനകീയ ജലോത്സവം അരങ്ങേറുകയാണ്. കേരളത്തിന്റെ പ്രസിദ്ധങ്ങളായ 6 ജലരാജാക്കന്മാർ പങ്കെടുക്കുന്ന ഈ ജലോത്സവത്തിന്റെ പ്രാഥമിക മത്സരത്തിൽ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണനാണ്. ആവേശം എത്രമാത്രോളം ഒരു ജനതയ്ക്കുണ്ടാകുമോ ആ ജനതയുടെ സംസ്കാരം, അവരുടെ സാമൂഹ്യ ബന്ധം, അവരുടെ മതസൗഹാർദ്ദം ഒരു ഓൺലൈൻ പത്രത്തിലൂടെ ആരംഭിച്ച് കഴിഞ്ഞ 2022 നീരണിഞ്ഞ നിരണങ്കാരുടെ പൊന്നോമന പുത്രനായ നിരണത്തിന്റെ അഭിമാനഭാജനമായ നിരണമാണ് ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നതെങ്കിൽ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് ആരാണ്? സെന്റ് ജോർജ് വള്ളമാണ്. സെന്റ് ജോർജ് ബോട്ട് ക്ലബാണ്. ഫാദർ ടോമി റോയി മാത്യുവാണ് ഇതിന്റെ ക്യാപ്റ്റൻ. ഒരു കാലഘട്ടം നിറഞ്ഞിരുന്ന സെന്റ് ജോർജ് ആലപ്പുഴയുടെ പുന്നമടയിൽ 1964 പ്രസിദ്ധമായ യുണൈറ്റഡ് ബോട്ട് ക്ലബ് UBC കൈനകരി വിജയം തൊട്ട് അനുഗ്രഹിച്ചവരുടെ വള്ളമാണ്. എങ്കിൽ കഴിഞ്ഞ വർഷം ഒരു അല്പത്തിൽ പരാജയപ്പെട്ട നിരണം ഈ വർഷം വിജയത്തിന്റെ വെന്നിക്കൊടി നീരേറ്റുപുറത്ത് പമ്പ വാട്ടർ സ്റ്റേഡിയത്തിൽ നേടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരണത്തിന്റെ ബാലസിംഹങ്ങൾ ഇവിടെ താണ്ഡവമാടി കടന്നു വരുന്ന കാഴ്ചയാണ് ഞങ്ങളിവിടെ കാണുന്നത്. വിവരണത്തിന് വേണ്ടി ശ്രീ വിനോയ്ക്ക് മൈക്ക് കൈമാറുകയാണ്. ഒന്നാം ട്രാക്കിലൂടെ നിരണം കുതിക്കുന്ന കാഴ്ച നിരണം ബോട്ട് ക്ലബിന്റെ കഴുത്തിൽ സുന്ദരമായ രീതിയിൽ വരികയാണ്. നിരണം ബോട്ട് ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ വള്ളപ്പാടുകൾ കൂടിമാറിക്കൊണ്ട് സെന്റ് ജോർജിന് നമ്പർ 2 വള്ളം ഫാദർ റോയി മാത്യു ക്യാപ്റ്റനായ സെന്റ് ജോസഫ് ബോട്ട് കായപ്പുറത്തിന്റെ സെന്റ് ജോർജ് മൂന്നാം ട്രാക്കിലൂടെ വളരെ പിമ്പിലായിട്ട് വരുമ്പോൾ നോക്കുക, സുനിൽകുമാർ കുപ്പപ്പുറം പരിശീലിപ്പിക്കുന്ന ആ ടീം ഇതാ കടന്നു വരികയാണ്. സുന്ദരമായ രീതിയിൽ ഒന്നാം പഞ്ചായത്തിൽ സതീഷ് കുമരകമുണ്ട്. ലീഡ് ക്യാപ്റ്റൻസിൽ സുനിൽകുമാർ കൈകരി. നോക്കുക പ്രിയപ്പെട്ടവരെ, ഒന്ന് കൈയടിച്ചു കൊടുക്കാം. രണ്ടാമത് ജനകീയ ജലോത്സവത്തിന്റെ ആദ്യ ഗീത്തിൽ ഒന്നാം ട്രാക്കിലൂടെ പറന്നെടുക്കുന്ന നിരണം ജനക്കാരുടെ സ്വപ്നവുക ഇതാ ഫിനിഷിംഗ് പോയിന്റ് എത്തിപ്പിച്ചുകൊണ്ട് സുനിൽകുമാറിന് നേട്ടമുണ്ടാക്കിക്കൊണ്ട് ടീമിന് നേട്ടമുണ്ടാക്കിക്കൊണ്ട് നിരണം ജനയ്ക്ക് അഭിമാനമായി മാറിക്കൊണ്ട് നമുക്കറിയാം നിരണത്തിന് ചരിത്രമുള്ളപ്പോൾ ഇത് സെന്റ് ജോർജ് വള്ളം കടന്നു വരുന്നുണ്ട്. 1957 ചങ്ങങ്കരി പപ്പു ആചാരി ആദ്യമായി നിർമ്മിച്ച വള്ളമാണ്. 2014 ഇത് പുതുക്കിപ്പണിതു ചങ്ങങ്കരി വേണു ആചാരി. എടത്തുവ ചങ്ങങ്കരിയിലെ 37 ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വള്ളം 1964 സൂചിപ്പിച്ചതുപോലെ PK തങ്കപ്പൻ പുത്തമ്പര ക്യാപ്റ്റനായി UBC കൈനകരി നെഹ്റു ട്രോഫി ഏക ഒറ്റത്തവണ വിജയിപ്പിച്ച വള്ളമാണ് സെന്റ് ജോർജ്. ട്രോഫി 2019 ജയിച്ച വള്ളം മൂന്നാം ട്രാക്കിലൂടെ അവരും കടന്നു പോവുകയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് 2019 ഈ വള്ളത്തെ ഇവിടെ പറപ്പിച്ച ചരിത്രമൊക്കെ ഞാൻ പറയുന്നില്ല. കരുവാറ്റ ട്രോഫി 1982 നേടിയ വള്ളമാണ്. സുന്ദരമായ രീതിയിൽ ആദ്യ ഹീറ്റ് കടന്നു പോകുന്നു. രണ്ടാം ഹീറ്റ്സിന്